ഈ പൽഹാം ഭീകരാക്രമണത്തിന് ശേഷം ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുന്ന സമയത്താണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ പറയുന്നത് പോലെ ഈ കുറ്റപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതിനകത്ത് നമുക്ക് കർണാടകയിൽ ആൾക്കൂട്ടം തല്ലിക്കൊന്ന ഒരു പയ്യൻ നമ്മുടെ മലപ്പുറത്തു നിന്നുള്ളതാണ്. അയാൾ മാനസിക വൈകല്യമുള്ള ആളാണെന്ന് പറയുന്നു. പക്ഷെ തല്ലിക്കൊല്ലാനുള്ള കാരണം അവർ പറയുന്നത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു, പ്രാദേശിക ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ അവിടെ എങ്ങാണ്ട് ചെന്ന് വിളിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതനുസരിച്ചാണ് ആ 10-20 പേരെ അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന് തല്ലിക്കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവനെ എല്ലാം അറസ്റ്റ് ചെയ്യും, അപ്പൊ അങ്ങനൊന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിലൊന്നും വലിയ കാര്യങ്ങൾ പറയേണ്ടതില്ല, അത് പിന്നെ പരിശോധിക്കാം, പക്ഷെ തല്ലിക്കൊല്ലണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ട് നേരത്തെ അയാൾ പറഞ്ഞതും ഈ വിഷയത്തിനകത്തും പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭാഷണം അയാളുടെ ഭാഗത്ത് നിന്ന്. പക്ഷെ പിന്നെ പരിശോധിക്കുമ്പോൾ 20 പേരെ പരിശോധിക്കുമ്പോൾ ഈ 20 പേരിൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും അവിടുത്തെ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളാണ്, അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ബന്ധുക്കളാണ്, അതായത് കോൺഗ്രസ്സുകാരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.